അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ നിധിയാണ് മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അള്ളാഹു കേരളത്തിന് നൽകിയ വലിയ മുത്താണ് മഹാനായ ശൈഖുന എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കൾക്ക് നൽകുന്ന സ്ഥാനം അതെന്താണ് എന്ന് കേരളത്തിലെ മുഅ്മിനീങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അഭിമാനകരമായും, അപ്പൊ അങ്ങനെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിനെ കാമിലായി സൂക്ഷിക്കുകയും അതുവഴി തരീഖത്തിലൂടെ ഹഖീഖത്തിനെ എത്തിക്കുകയും ചെയ്യുന്ന മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമുക്ക് പരിചയപ്പെടുത്തുകയും നാം കേരളത്തിലെ അഭിവന്ദ്യരായ ഉലമാക്കൾ, ഇപ്പൊ ഇവിടെ വന്ന റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും തവ്വലല്ലാഹു ഉംറഹുമാ മഅ സിഹ്ഹത്തി വൽ ആഫിയ, മഹാന്മാര് അവരുടെ കണ്ണിലെ കൃഷ്ണമണിക്ക് തുല്യം ഈ സമുദായത്തിന്റെ വിശ്വാസവും ആദർശവും കാത്തു സംരക്ഷിക്കുന്നതിനും മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പൈതൃകം കാത്തു സൂക്ഷിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവര് നമുക്ക് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയും കേരളത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാമിക പ്രചരണത്തിനെത്തിയ മഹാന്മാരായ സ്വഹാബത്ത് തുടങ്ങി നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള മമ്പുറം തങ്ങൾ അടക്കം എല്ലാവരെയും പരിചയപ്പെടുത്തി തരുമ്പോ ഈ ഔലിയാക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മുഅ്മിനീങ്ങൾ കണ്ട് അനുഭവിക്കാൻ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ ഒരു വലിയ നിധിയാണ് മഹാനായ ശൈഖുന സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനവറുകളുടെ ജീവിതകാലത്ത് അവിടുത്തെ സമക്ഷത്തിൽ വന്ന് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ ഒന്നും ചർച്ച ചെയ്യാതെ അത് വേണ്ട എന്ന വാക്കും ആകട്ടെ എന്നുമൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലനം എന്താണെന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത വിധം ഒരു മുത്തവാത്തിറായ നിലക്ക് നമ്മുടെ നാട്ടിൽ നന്നായി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പൊ ആ നിലക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കോഴിക്കോട് വെച്ച് കാണാൻ വരുമ്പോഴും, അതുപോലെ എൻ്റെ അനുജൻ ഹാഫിദ് മുഹമ്മദ് സാദിഖ് മിസ്ബാഹി കാണാൻ വന്നപ്പോൾ ചോദിച്ചു, എവിടുന്നാണ്? കൊല്ലത്തുനിന്നാണ്. കൊല്ലത്തെവിടെ? മയ്യത്തുങ്കര എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാടിനെ അറിയപ്പെടുന്നത് മയ്യത്തുങ്കര എന്നാണ്. അപ്പൊ മയ്യത്തുങ്കര എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, മയ്യത്തുങ്കര എന്ന് പറയല്ല, അവിടെ മയ്യത്തുങ്കര എന്ന് ശരിക്കും പേര് വന്നത് മഹാന്മാരായ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന 4-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തോട് ബന്ധപ്പെട്ട രക്തസാക്ഷികളായ മഹത്തുക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണത്. ആ പ്രദേശം മുഴുവൻ അങ്ങനത്തെ ഒരു ധാർമ്മിക പോരാട്ടത്തിന്റെ ഇടവഴികളാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതെല്ലാം. പോരുവഴി, ഇട്ട് വെട്ടും വിള, ഒസ്താമുക്ക്, ഇങ്ങനെ തുടങ്ങി കമ്പലടി, എല്ലാ പ്രദേശവും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ മയ്യത്തുങ്കര എന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ പറയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ സംഘടനാ വേദികളിലും മറ്റും ആ നാടിന്റെ മൊത്തത്തിൽ പഞ്ചായത്തിന്റെ പേരായ പോരുവഴി എന്ന് മാത്രമേ പറയാറുള്ളൂ. മയ്യത്തുങ്കര അത് ഉപയോഗിക്കാറില്ല. അപ്പൊ ആ കേട്ട ഉടനെ അവരുടെ മുന്നിലേക്കൊരു ദർപ്പണം പോലെ ആ പ്രദേശത്തെയും പ്രദേശത്തിന്റെ മഹത്വത്തെയും ആഴത്തിലുള്ള ചരിത്രത്തെയും അള്ളാഹു വെളിവാക്കി കൊടുക്കുന്നുവെങ്കിൽ അവിടുന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു പോരായ്മയും വരാതെ എല്ലാം ഫലവത്തായി കടന്നു വരുന്നെങ്കിൽ കൂടാളിപ്പറമ്പിൽ, പടാളിപ്പറമ്പിൽ, ഇങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ അത് ഫത്ഹായി മാറുന്ന സൂചനകൾ നൽകിയത് ലോകത്ത് വൈജ്ഞാനിക അച്ചുതണ്ടായി പരിവർത്തനം വന്നതൊക്കെ നമുക്കെല്ലാവർക്കും അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്നത്തെ തലമുറ ശൈഖുന പറഞ്ഞതുപോലെ ആ മഹാനുഭാവനെ നേരിട്ട് കാണാൻ കഴിയാത്തവർക്കും അവരുടെ വീട്ടിലൊരാളെങ്കിലും
നേരിൽ കണ്ട അനുഭവങ്ങൾ പങ്കുവച്ച് വളരെ വ്യക്തമായി ആ മഹാനായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹത്തുക്കളെ എങ്ങനെയാണ് സമൂഹം ഉൾക്കൊള്ളുന്നതെന്നും പരിചയപ്പെടുന്നതെന്നും മനസ്സിലാക്കാൻ സമീപകാലത്ത് വർത്തമാനകാലത്ത് സജീവമാക്കി അഹ്ലുസുന്നത്തിന്റെ കോട്ടയാക്കി നമ്മുടെ പ്രദേശങ്ങളെ മാറ്റുന്നതിനും നൂറുകണക്കായ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അതുപോലെ എല്ലാ സംരംഭങ്ങൾക്കും ആവശ്യമായ അസ്ഥിവാരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇന്നും ആത്മീയമായി പ്രചോദനവും നേതൃത്വവും നൽകുന്ന മഹാനുഭാവനെ ഔലിയാക്കളെ കുറിച്ച് കേട്ടും പരിചയപ്പെട്ടും അനുഭവിച്ചും വന്ന മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്ന നിതാന്ത സത്യത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു കേരളത്തിന് നൽകിയ വലിയ മുത്താണ് മഹാനായ ശൈഖുന എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ മദീന മുനവ്വറയിലായിരുന്നു സാധുവായ ഞാനുണ്ടായിരുന്നത്. അവിടെ പെരുന്നാൾ കഴിഞ്ഞ് നമ്മുടെ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടി മഹാനായ ശൈഖുന സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട മൗലിദിന്റെ മജ്ലിസ് ഇന്നലെ രാത്രിയും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കോഴിക്കോട് ഇറങ്ങി ഇങ്ങോട്ട് വരികയായിരുന്നു. അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ ഈ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. സാധാരണ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലേ, അപ്പൊ സമയത്ത് വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇങ്ങോട്ടുള്ള നിയ്യത്ത് കൊണ്ടായ വളരെ നേരത്തെ തന്നെ 20 മിനിറ്റ് മുമ്പ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഭൗതികവും ആത്മീയവുമായി മുഴുവൻ കാര്യങ്ങളും അള്ളാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് എളുപ്പമാക്കി തരുമാറാകട്ടെ. സാധുവായ എനിക്കടക്കം നമ്മുടെ ശരീരത്തിനുള്ള എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, കണ്ണിനും കാതിനും കാലിനും കൈക്കും എല്ലാ വേജാറുകളും വേദനകളും വിഷമങ്ങളും മാറ്റി ആഫിയത്തുള്ള ദീർഘായുസ് അവിടുന്ന് ഇവിടെ അഹ്ലുസുന്നത്തിന്റെ വലിയ പ്രചാരണം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ മുഴുവൻ നമുക്കൂടും പാവം നൽകിയവരാണ്. ദീനിയായ ഇൽമിന്റെ എല്ലാ കോട്ടകൊത്തളങ്ങളെയും നമുക്ക് സമ്മാനിച്ചവരാണ്. അതുകൊണ്ട് അവരാ പറഞ്ഞ മാർഗത്തിലൂടെ ദീനിന് ഖിദ്മത്തെടുത്ത് നാളെ വിജയശ്രീലാളിതരായി അവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം വളരെയധികം സന്തോഷത്തോടെ ആത്മീയ നിർവൃതിയോടെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോഴും ഫലസ്തീനിന്റെ മണ്ണിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളടക്കം ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുകയും ആരും ചോദിക്കാൻ പോലും ഇല്ലാത്ത ഒരു അനാഥത്വവും അരക്ഷിതാവസ്ഥയും അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന ആ സമൂഹം ലോകത്തിന് മാതൃകയായി ഇനി അപകടങ്ങളും വിഷമങ്ങളുമില്ലാതെ സലാമത്താക്കുകയും മരണപ്പെടുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.